സിംഗർ റൗണ്ടിൽ ഒരു അതിമനോഹരമായിട്ടുള്ള സോങ്ങുമായിട്ട് ഇവിടുത്തെ ഗന്ധർവനാണ് നമ്മുടെ അബിൻ കുട്ടനാണ് എത്തുന്നത്. വെൽക്കം അബിൻ. എടാ ഇപ്രാവശ്യം നീ ആരാ? മമ്മൂട്ടി. ഓ, കഴിഞ്ഞ പ്രാവശ്യം ദുൽഖറായിരുന്നു. ഞാൻ പോയിട്ട് എനിക്ക് വയ്യ, സഹിക്കാൻ പറ്റില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരുഷത്തിന്റെ പര്യായമാണ്. അവൻ കറപ്പിച്ച് വന്നിരിക്കുക. ശരി, നീ മമ്മൂട്ടി. സംഭവിച്ചു. ഏത് പാട്ടാ പാടുന്നേ? പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുളിര്. അത് യുഗ്മഗാനമല്ലേ? ഡ്യൂറ്റ് അല്ലേ? യുഗ്മഗാനം എന്ന് പറഞ്ഞപ്പോ പിടിയിട്ടില്ലല്ലേ? വേറെന്തോ ഒരു ഗാനം. അത് ഞാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ആരാ കൂടെ പാടുന്നേ? ശിഖ ചേച്ചി. ഓ, ശിഖിര ചേച്ചി. ഓക്കെ. നമ്മുടെ ഐഡിയാസ് ശ്വാസങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പ്ലേബാക്ക് സിംഗറാണ്. മാത്രമല്ല ഒരുപാട് ആൽബംസ് ഇറക്കുന്നുണ്ട്. വിളിക്കാൻ നോക്ക്. മകളെ വിളിക്കേ. വെൽക്കം ശിഖ ചേച്ചി ഓൺ സ്റ്റേജ്. ശിഖ, ഓർമ്മകൾ പുറകോട്ട് പോകുന്നു. അതെ, എനിക്കും ശരത് സാറിനെയും MG സാറിനെ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. സീസൺ 4 ഓർമ്മ വരുന്നു. അന്ന് ശിഖ എത്ര ഉണ്ടായിരുന്നു? മീനൂട്ടിയെക്കാട്ടി മെലിഞ്ഞായിരുന്നു. അന്ന് +1 ആണ് പഠിക്കുന്നത് ആ സമയത്ത്. അപ്പൊ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അല്ല, ഇത്രയൊന്നും ഇല്ല. പാവം. ഇങ്ങനെ ഈ ഇതുപോലെ മുടിയൊന്നും ഇങ്ങനൊന്നും അല്ല. അല്ല, മുടി ഉണ്ടായിരുന്നു. അത് പിന്നെ മുടി കാണത്തില്ല. കാരണം സ്റ്റൈലൊന്നും ഇല്ലാതെ വെറും ഒരു പാവം നാടൻ കുട്ടിയായിരുന്നു അന്ന്. അതെ അതെ. ഇന്നിപ്പം ഇന്നും പാവം തന്നെയാണ്. ആള് സെയിം തന്നെയാണ്, പക്ഷെ ഫിഗർ മാറി. അതെ. ഒരുപാട് ആൽബംസ് ഞാൻ കാണാറുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ചിത്രങ്ങളിലൊക്കെ പാടുന്നതായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതായിട്ടായിരുന്നു. നിങ്ങളുടെ ബാൻഡിന്റെ പേരെന്താണ്? നമ്മുടെ ബാൻഡിന്റെ പേര് ഉറുമി. ഉറുമി. ഹസ്ബൻഡും ഉണ്ടല്ലേ കൂടെ? അതെ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഉറുമിയിലെ സിംഗേഴ്സ്. ശിഖ കുറച്ച് നാൾ ചെന്നൈയിലുണ്ടായിരുന്നു. സാറിനെ അറിയാലോ, സാറിന്റെ ഒരു ഗൈഡൻസിലാണ് ഞാൻ അവിടെ വന്നത്. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടെന്ന് അറിഞ്ഞതിൽ കുറേ സന്തോഷം ശിഖ. അതെ, പിന്നെ എനിക്കൊരു വേറൊരു കാര്യം, അത് ആർക്കും അങ്ങനെ അറിയില്ല. എൻ്റെ ആദ്യമായിട്ട് എന്നെ സിനിമയിൽ പാടിക്കുന്നത് ശരത് സാറാണ്. നല്ല പാട്ടുകാരൻ എന്നുള്ള മൂവിയിൽ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികൾക്ക് സാറാണ് എന്നെ ആദ്യമായിട്ട് ധൈര്യത്തോടെ പാടാൻ വിളിച്ചത്. അതെനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ശിഖ നന്നായിട്ട് പാടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, MG സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പുറത്ത് പ്രോഗ്രാമിന് ഏറ്റവും ആദ്യം MG സാറാണ് എന്നെ കൊണ്ടുവന്നത് പുറത്തേക്ക് ആദ്യമായിട്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. എന്തൊക്കെയാലും ശിഖ ഒരു കിട്ടുക്കാച്ചി പാട്ടുകാരിയാണ്. അതിന് നമുക്ക് ഒരു സംശയവും. ശിഖയുടെ നമുക്ക് വളരെ സ്പെഷ്യലാണ്. അബിൻ കുട്ടിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതെ അതെ, നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിനാ തോന്നുന്നുണ്ട്, ക്രിസ്മസ് ടൈം. അതായത് ഉർമിയുടെ ഹസ്ബൻഡ് ഫൈസലിന്റെയും ബാൻഡിന്റെ എന്നെ ഫീച്ചർ ചെയ്തു. അതെ 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 അതെ. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സിംഗറാണ് ശിഖ. വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ്. അപ്പൊ അബിൻകുട്ടാ, എന്താ ശിഖ വന്നിട്ടുണ്ട്. ശിഖ എക്സലന്റ് സിംഗറാണ്. ഇവനും ഉഗ്രം പാട്ടുകാരൻ. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തകർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.